ഓർത്തോ സെൻറ്റർ ലംബകേന്ദ്രവുമായി ബന്ധപ്പെട്ട ഒരു ആശയം നമുക്കിന്ന് പരിചയപ്പെടാം. അതൊരു ചോദ്യമായി കൊടുത്തിരിക്കുന്നു. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ത്രികോണം ABC. ഈ ത്രികോണത്തിൻ്റെ ലംബകേന്ദ്രം ഓർത്തോ സെൻറ്ററാണ് H എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ത്രികോണത്തിൻ്റെ ഉന്നതികളെല്ലാം കൂട്ടിമുട്ടുന്ന പോയിൻ്റ്, അതാണ് ഓർത്തോ സെൻറ്റർ, ലംബകേന്ദ്രം. ത്രികോണത്തിൻ്റെ എല്ലാ ഓൾട്ടിറ്റ്യൂഡ്സും ഒരൊറ്റ ബിന്ദുവിൽ കൂട്ടിമുട്ടും. ആ പോയിൻറ്റിൻ്റെ പേരാണ് ഓർത്തോ സെൻറ്റർ അഥവാ ലംബകേന്ദ്രം. അങ്ങനെ ഫോം ചെയ്യുന്ന ഒരു ത്രികോണം BHCയുടെ ലംബകേന്ദ്രമാണ്, ഓർത്തോ സെൻറ്ററാണ് A എന്നാണ് തെളിയിക്കേണ്ടത്. ഒരു ത്രികോണത്തിൻ്റെ ഓർത്തോ സെൻറ്റർ അത് ആ ത്രികോണത്തിൻ്റെ പുറത്തൊരു ബിന്ദുവായി വരുമോ എന്ന് നോക്കാം. ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിളിനെ സംബന്ധിച്ച് അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് ഇവിടെ ബിയിൽ നിന്ന് CHലേക്ക് വരയ്ക്കുന്ന ഉന്നതി, അത് ത്രികോണത്തിൻ്റെ പുറത്തേ വരുള്ളൂ അല്ലേ? അതായത് CH എന്ന് പറയുന്ന വശം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ മാത്രമേ ആ ഉന്നതി, ഓൾട്ടിറ്റ്യൂഡ് ആ വശത്ത് മുട്ടുള്ളൂ. ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ രണ്ട് ഉന്നതികൾ ത്രികോണത്തിൻ്റെ പുറത്തായിരിക്കും വരുന്നത്. ഇവിടെ BH എന്ന വശത്തേക്ക് സിയിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കണമെങ്കിൽ BH എന്ന വശം അല്പം പുറത്തേക്ക് നീട്ടി വരയ്ക്കണം. ABC എന്ന ത്രികോണത്തിൻ്റെ ഓർത്തോ സെൻറ്ററാണ് H, ലംബകേന്ദ്രമാണ് H. അതായത് ACക്ക് പെർപെൻഡിക്കുലറായി ബിയിൽ നിന്ന് വരയ്ക്കുന്ന വരയാണ് ഓർത്തോ സെൻറ്ററായ Hൽ കൂടി കടന്നു പോകുന്ന ഈ വര BD എന്ന് പറയുന്ന വര. BD ഈസ് പെർപെൻഡിക്കുലർ ടു AC. തിരിച്ചു പറഞ്ഞാൽ AC ഈസ് പെർപെൻഡിക്കുലർ ടു BD. അപ്പോൾ BD എന്ന് പറയുന്ന വരയ്ക്ക് പെർപെൻഡിക്കുലറായി വരയ്ക്കുന്ന വരയാണ് AC എന്ന് മനസ്സിലാക്കാം. അതുപോലെ ബിയിൽ നിന്ന് CHലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കണമെങ്കിൽ CH അല്പം നീട്ടി പുറത്തേക്ക് വരയ്ക്കുക. ആ വരയിലേക്ക് ബിയിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കാം. ABC എന്ന ത്രികോണത്തിൻ്റെ ഓർത്തോ സെൻറ്റർ H ആയതുകൊണ്ട് തന്നെ സിയിൽ നിന്ന് ABയിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറാണ് CF. തിരിച്ചു പറഞ്ഞാൽ CFൻ്റെ പെർപെൻഡിക്കുലർ AB എന്ന വരയായി വരും. ബിയിൽ നിന്ന് CFലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ AB ആയിരിക്കും. മുൻപ് വരച്ച രണ്ട് പെർപെൻഡിക്കുലറും Aയിൽ കൂട്ടിമുട്ടുന്നതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഉന്നതിയും പുറത്തേക്ക് നീട്ടി വരച്ചാൽ Aയിൽ ചെന്ന് മുട്ടുന്നത് കാണാം. അതായത് BHC എന്ന ത്രികോണത്തിൻ്റെ ഉന്നതികളെല്ലാം A എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു. ഉന്നതികളെല്ലാം കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് ആ ത്രികോണത്തിൻ്റെ ഓർത്തോ സെൻറ്റർ അഥവാ ലംബകേന്ദ്രം. ABCയുടെ ലംബകേന്ദ്രം H ആണെങ്കിൽ BHCയുടെ ലംബകേന്ദ്രം A ആയിരിക്കും.